സുഖമാണ് എല്ലാവർക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷനിങ് ആണ് നമ്മൾ പഠിച്ചത്. ഡയമെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഫിഗേഴ്സ് എഴുതുന്ന രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞു, ഒന്ന് അലൈൻഡും ഒന്ന് യൂണിഡയറക്ഷണൽ രീതിയിൽ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ബൈ അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷനിങ് ആണ്. നിങ്ങൾ ഈ സ്ലൈഡ്സിൽ കാണുന്നതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. പ്രത്യേകമായിട്ട് ഇതിന് നോട്ട് തരുന്നതല്ല. അപ്പോൾ ഈ സ്ലൈഡ്സിൽ കാണുന്ന നോട്ടുകൾ പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ ടൈപ്സ് ബൈ അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പുകളുണ്ട് ഈ ഡയമെൻഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ പല ടൈപ്പുകളായിട്ട് തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ചെയിൻ ഡയമെൻഷനിങ്, രണ്ടാമത്തെ പാരലൽ ഡയമെൻഷനിങ്, മൂന്ന് കമ്പൈൻഡ് ഡയമെൻഷനിങ്, നാല് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ്, അഞ്ച് ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ്. അപ്പോൾ ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെയിൻ ഡയമെൻഷനിങ്. അപ്പോൾ ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയമെൻഷൻ ചെയ്യുന്നത്, അതായത് ഈ ഫിഗറിന്റെ ഓരോ പാർട്സുകളും ഡയമെൻഷൻ ചെയ്യുന്നത് ഒരേ ലൈനിലായി ചെയ്യുന്നതിനാണ് എന്താ പറയുക? ചെയിൻ തന്നെയാണ്. ഇതിന് വേറെ പേര് കൂടി കണ്ടിന്യൂസ് ഡയമെൻഷനിങ് എന്ന് പറയും. കണ്ടിന്യൂസ് ഡയമെൻഷനിങ് എന്ന് പറയും. അതായത് ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്തു പോകുന്നതിനാണ് എന്ത് പറയുക? ചെയിൻ ഡയമെൻഷനിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡയമെൻഷനിങ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരേ ലൈനിൽ തന്നെ നമ്മൾ ഡയമെൻഷൻ ലൈനുകളെല്ലാം എന്തായിരിക്കും? ഒരേ ലൈനിലായിരിക്കും. ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചെയിൻ ഡയമെൻഷനിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡയമെൻഷനിങ് എന്ന് പറയും. ഇനി അടുത്തതാണ് പാരലൽ ഡയമെൻഷനിങ്. ഇവിടെ നമ്മൾ പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത് നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഒരു ഒറിജിനിൽ നിന്നാണ് എല്ലാ ഡയമെൻഷൻ ലൈനുകളും തുടങ്ങിയിരിക്കുന്നത്. ഒരു ഒറിജിനൽ, അതായത് ഇവിടുന്ന് ഒരു ലൈൻ ഉണ്ട്, ഈ എക്സ്റ്റൻഷൻ ലൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്റ്റൻഷൻ ലൈനിൽ നിന്നാണ് എല്ലാ ഡയമെൻഷനിങ്ങും തുടങ്ങിയത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് 4 കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് 2 കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് 6 കൊടുത്തിരിക്കുന്നത്. അപ്പൊ തുടങ്ങുന്ന എല്ലാം ഒരേ സ്ഥലത്തു നിന്നായിരിക്കും. ഒരേ എക്സ്റ്റൻഷൻ ലൈനിൽ നിന്ന് ഡയമെൻഷനിങ് തുടങ്ങുന്നത്. എന്നിട്ട് ഡയമെൻഷൻ ലൈനുകളെല്ലാം എന്തായിരിക്കും? പാരലായിരിക്കും. ഇതിന് പാരലാണ് ഇത്, ഇതിന് പാരലാണ് ഇത്. ഇങ്ങനെ പാരലായിട്ട് ഡയമെൻഷനിങ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഏത്? പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ പഠിച്ചു, എന്തായിരുന്നു ഒന്ന് നമ്മൾ പഠിച്ചത്? ചെയിൻ ഡയമെൻഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡയമെൻഷനിങ്. രണ്ടാമത്തത് പാരലൽ ഡയമെൻഷനിങ് നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പൊ ഇനി അടുത്തതാണ് കമ്പൈൻഡ് ഡയമെൻഷൻ. കമ്പൈൻഡ് ഡയമെൻഷൻ തന്നെ ചെയിൻ ഡയമെൻഷനും പാരലൽ ഡയമെൻഷനും രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? കമ്പൈൻഡ് ഡയമെൻഷനിങ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി, ഇത് ചെയിൻ ഡയമെൻഷനിങ് ആണ്, അതെ, ഒരേ ലൈനാണ് രണ്ട് ഡയമെൻഷനിങ് വന്നേക്കുന്നത്. ഇനി ഇത് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴോ അത് നേരെ പാരലൽ ഡയമെൻഷനിങ്. അപ്പൊ എല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരെണ്ണത്തിൽ ഒരു ഫിഗറിന്റെ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിനാണ് എന്ത് പറയുക? കമ്പൈൻഡ് ഡയമെൻഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കമ്പൈൻഡ് ഡയമെൻഷനിങ് മെത്തേഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വരയ്ക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഈ കമ്പൈൻഡ് രീതിയിലുള്ള ഡയമെൻഷനിങ് മെത്തേഡാണ് ഉപയോഗിക്കുക. അപ്പൊ മറ്റേ ഒന്ന് നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ഒരേ ലൈനിലായിരിക്കും എല്ലാം എന്ന് പറയുന്നത്. അതേതാണ്? ചെയിൻ ഡയമെൻഷനിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡയമെൻഷനിങ്. ഇതെന്ന് പിന്നെ പാരലൽ നമ്മൾ പറഞ്ഞു ഒരു ഒറിജിനിൽ നിന്നായിരിക്കും എല്ലാ ഡയമെൻഷനിങ്ങും തുടങ്ങുന്നത്. ഡയമെൻഷനിങ്ങും തുടങ്ങുന്നത് ഒരു ഒറിജിനിലായിരിക്കും, ഒരു എക്സ്റ്റൻഷനിൽ നിന്നായിരിക്കും എല്ലാം തുടങ്ങുന്നത്. അപ്പൊ അതിനെയാണ് പാരലൽ ഡയമെൻഷൻ. ഈ കമ്പൈൻഡ് ഡയമെൻഷൻ തന്നെ പാരലലും അതുപോലെ തന്നെ ചെയിൻ ഡയമെൻഷനും ചേർത്തുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഡയമെൻഷനിങ് മെത്തേഡിന് പറയുന്ന പേരാണ് കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് സൂപ്പർ ഇമ്പോസിങ് റണ്ണിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സാധാരണ ഈ സ്പേസ് ഒക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ രീതിയിൽ, അതായത് വരയ്ക്കാനുള്ള സ്പേസുകളൊക്കെ കുറവുള്ള സ്ഥലത്താണ് നമ്മൾ ഈ രീതിയിൽ സൂപ്പർ ഇമ്പോസിങ് റണ്ണിങ് ഡയമെൻഷനിങ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കാം, ഇതിനകത്ത് ഡയമെൻഷൻ ലൈൻ നേരത്തെ നമ്മൾ കണ്ടതിലൊക്കെ 2 ആരോ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, 2 ആരോ ഉണ്ടോ? ഇല്ല, ഒരു ആരോ ഉള്ളൂ. അതായത് ഇവിടെയാണ് ഇതിനൊരു 0 ഇട്ടേക്കണുണ്ടോ ഈ ഒരു എൻഡിൽ? അതായത് ഇവിടെയാണ് ഇതിന്റെ തുടക്കം. അപ്പൊ ഈ തുടക്കത്തിനകത്ത് നമ്മൾ 0 ഒരു വൃത്തമായിട്ട് അല്ലെങ്കിൽ സർക്കിൾ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്, അതായത് മുന്നോട്ട് പോകുന്നവരും കൂടിക്കൂടി വരുന്ന രീതിയിൽ. അതായത് ഇതിന്റെ അർത്ഥം അതാണ്, ഈ പോയിന്റിൽ നിന്ന് ആരോ കാണിച്ചത് ഇങ്ങോട്ടാണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ 0 ഇട്ട പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 5 ആണ് അതിന്റെ യൂണിറ്റ്, അതിന്റെ അളവ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് അത് എത്രയായി? 25 ഇവിടേക്ക് വരുന്ന സമയത്ത് 25 ഈ 0ൽ നിന്ന് 25 ഇനി ഇവിടേക്ക് വരുമ്പോഴോ അത് എത്രയായി? 0ൽ നിന്ന് 30 ഇനി അടുത്തത് ഇവിടേക്ക് വരുമ്പോൾ എത്രയായി? 0ൽ നിന്ന് 55 ഇനി ഇവിടുന്ന് ഇവിടെ വരുമ്പോഴോ 0ൽ നിന്ന് 70 ഇനി ഇവിടുന്ന് വരുമ്പോൾ 0ൽ നിന്ന് 80 ഇതാണ് ഇതിന്റെ. അതായത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അല്ല കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് അതിന്റെ സെന്ററിൽ എഴുതണം എന്ന് പറയാം. ഈ സൂപ്പർ ഇമ്പോസ്ഡ് രീതിയിൽ എന്ന് വെച്ചാൽ ഈ എൻഡിലാണ് എഴുതുക, ഒരു സൈഡിൽ ആരോ ഉണ്ടാവുള്ളൂ. തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലം വരെയുള്ള ദൂരമാണ്, ആ ആരോയുടെ എൻഡ് വരെയുള്ള ദൂരമാണ് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുടങ്ങുന്ന സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു വൃത്തം ഇട്ടിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ട് ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ഒന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ അടുത്ത ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും? നമുക്ക് തിരിച്ച് വേറൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് മുകളിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഈ രീതിയിൽ ചെയ്യുന്നതിനാണ് സൂപ്പർ ഇമ്പോസിങ് റണ്ണിങ് ഡയമെൻഷനിങ് എന്ന് പറയാം.
അപ്പൊ ഇതിന്റെ അളവ് കൊടുത്തേക്കണേ ഞാൻ പറഞ്ഞു ഈ ഇതിന്റെ ഗ്യാപ്പ് അല്ല കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗ്യാപ്പ് അപ്പൊ എത്രയായിരിക്കും? 25 - 5 ആയിരിക്കും. അപ്പൊ എത്രയായിരിക്കും? 20 ആയിരിക്കും ഇവിടുത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അതായത് ഈ ഡയമെൻഷൻ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കണം. കാരണം എന്താ, ഇവിടം വരെ 5 ഉണ്ട്, ഇവിടം വരെ 25 ആണ്. അപ്പൊ 25 5 കുറച്ച് 20 ആണ് ഇവിടെ വരുന്നത്. ഇവിടം വരെ 30 ഉണ്ട്. അതിന്റെ അർത്ഥം എത്രയായിരിക്കും? ഇതിന്റെ ഗ്യാപ്പ് എത്രയായിരിക്കും? 5 ആയിരിക്കും. കാരണം ഇവിടം വരെ 25 ഉണ്ട്, ഇവിടം വരെ 30. അതിന്റെ അർത്ഥം ഇവിടെ 5 ആയിരിക്കും. ഇവിടം വരെ 55 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗ്യാപ്പ് എത്രയായിരിക്കും? അപ്പൊ 25 ആയിരിക്കും. കാരണം ഇവിടെ 30 ഉണ്ട്. തൊട്ട് മുന്നത്തുകളിൽ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതും അതുപോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഈ രീതിയിൽ നമുക്ക് എഴുതാം, അതുപോലെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു ആരോ ഉണ്ടാവുള്ളൂ, ഒരു ആരോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ ഒറിജിൻ ഒരു 0 ആയിട്ട് സൂചിപ്പിച്ചിട്ടും ഉണ്ടാവും. സൂപ്പർ ഇമ്പോസിങ്, റണ്ണിങ്, ഡയമെൻഷനിങ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു മെത്തേഡാണ് നമ്മൾ ബൈ ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞത്. കോർഡിനേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോർഡിനേറ്റുകൾ നമ്മൾ നമ്മൾ ഗ്രാഫൊക്കെ വരച്ച സമയത്ത്, നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇത് നമുക്ക് നോക്കാം. ഇതിപ്പോ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കാം. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഈ ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്പർ 1 ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്, ഒരു ചാർട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിഗറിൽ നമ്മൾ 1 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വൃത്തത്തിനെയാണ് ഈ 1 എന്നുള്ള സൂചിപ്പിച്ചിരിക്കുന്നത്, 1 എന്നുള്ള വൃത്തം. ഇനി അതിന്റെ എക്സ് വാല്യൂ എത്രയാവും? 15. അതായത് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ, ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ഈ എഡ്ജിൽ നിന്ന് ഇവിടം വരെ 15 ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വൈ വാല്യൂ എത്ര? അതിന്റെ 20. അപ്പൊ 20, അതായത് ഈ എഡ്ജിൽ നിന്ന് ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ്. അപ്പൊ ഈ എഡ്ജിൽ നിന്ന് ഇവിടം വരെ 20. അപ്പൊ അത് എവിടെയാണോ പോയിന്റ് കിട്ടുക, ഇവിടുന്ന് 15ഉം ഇവിടുന്ന് 20ഉം കിട്ടുന്ന പോയിന്റ് എവിടെയാണോ അതെവിടെ ആയിരിക്കും അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിന്റെ സെന്റർ. ഇനി അതിന്റെ ഡയമീറ്റർ ആണ് ഈ 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം. ഈ അഞ്ചാമത്തെ ഇവിടെ നോക്കി 5 അല്ലേ? അപ്പൊ അതിന്റെ എക്സ് വാല്യൂ എത്ര? 30. അതായത് ഈ എഡ്ജിൽ നിന്ന് ഈ ഇതിന്റെ സെന്റർ, അതായത് ഇവിടം വരയ്ക്ക് എത്രയാണ്? ഈ എഡ്ജ് ഇവിടം വരെ 30 ആണ് അതിന്റെ വാല്യൂ. ഇനി അതിന്റെ വൈ വാല്യൂ, അഞ്ചാമത്തേന് വൈ വാല്യൂ 70 ആണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ഇവിടം വരെ, അതായത് ഇതാണ് സെൻട്രൽ ലൈൻ വരുന്നത്, അവിടം വരെ 70 ആണ്. ഇനി അഞ്ചാമത്തെ നമ്മുടെ ഡയമീറ്റർ എത്രയായിരിക്കും? 15 ആണ് അതിന്റെ ഡയമീറ്റർ, ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ. അപ്പൊ ഒരു വലിയ ഇതിപ്പോ ഇതിനകത്ത് കുറെ ഇത്രയും ഡയമെൻഷൻ ഇതിനകത്ത് എഴുതി വെക്കണമെങ്കിൽ ഈ ഒരു ഫിഗറിൽ നമുക്ക് എഴുതി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇങ്ങനെ എക്സ് വാല്യൂം വൈ വാല്യൂം കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി 10ാമത്തെ നമ്മൾ നോക്കിയാലോ? 10ാമത്തെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആണ്. അതായത് ഈ പോയിന്റ് മുതൽ 0 പോയിന്റ് മുതൽ ഇതിന്റെ ഈ ഇതുവരേക്കും 50 ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ 90 ആണ്. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കും. ഇനി അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നതിനാണ് പറയുക ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് നമ്മൾ പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ബാക്കി അടുത്തൊരു ഭാഗമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണും. അപ്പൊ നിങ്ങൾ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.